പോലീസുകാരുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തെ കൊണ്ടാണ് എന്നെ പിടി വീണത്. ഞാൻ മുഖം മറിച്ച് പോയിട്ട് പുള്ളിക്കാരനെ കണ്ടുപിടിക്കണമെങ്കിൽ പുള്ളിക്കാരൻ അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണല്ലോ. ഫ്ലാഷ് ബാക്കിലേക്ക്. തെന്മല ഉറുകുന്നിലെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 250 കിലോയോളം കുരുമുളക് മോഷണം പോയി. തെന്മല SI അമീൻ ബഷീറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. കുറേയേറെ പണിപ്പെട്ട് മുകേഷിനെ പോലീസ് പിടികൂടി. നിരവധി മോഷണ കേസുള്ള പ്രതിയാണ് ഇതിനകത്ത് ഒന്നാം പ്രതിയായ മുകേഷ്. തെന്മല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റബ്ബർ മോഷണത്തിന് ഇദ്ദേഹത്തിനെ പിടിച്ച് റിമാൻഡ് ചെയ്തേ ഉള്ളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് അടുത്ത മോഷണം നടന്നത്. മുകേഷ് ഒറ്റയ്ക്കാണ് കട പൊളിക്കുന്നത്. പൊളിച്ച് സാധനങ്ങൾ എടുത്ത് വെളിയിൽ പല സ്ഥലങ്ങളായി സൂക്ഷിച്ചു. പിന്നെ ഈ സഹായികളുടെ സഹായത്താൽ ഓരോ സ്ഥലത്തും സാധനങ്ങൾ എടുത്ത് പല കടകളിൽ ഇട്ടു. പക്ഷേ പിടിക്കപ്പെടില്ല എന്ന കടുത്ത പ്രതീക്ഷയിലായിരുന്നു മുകേഷ്. ആരാധനാലയത്തിലെത്തി നേർച്ച നേർന്നതായിരുന്നു ആത്മവിശ്വാസത്തിന് കാരണം. പക്ഷേ എന്നിട്ടും പോലീസ് പൊക്കി. അതിന് വേണമെന്ന് ചെയ്യുന്നതല്ല, സാഹചര്യം അവരെ കൂടെ ചെയ്യിക്കുന്നില്ല. ഒരു ആരും കള്ളനായിട്ട് ഭൂമി ജനിക്കുന്നൊന്നുമില്ല. ഒരു അമ്മയുടെ വീട്ടിൽ നിന്ന് ആരും കള്ളനാകുന്നില്ല. സാഹചര്യം കള്ളനാക്കി മാറ്റുന്നില്ല. എല്ലാ കടകളിലും എടുക്കുമോ? എല്ലാ കടകളിലും എടുക്കത്തില്ല. എല്ലാ കടകളിലും എടുക്കുവാന്നുണ്ടെങ്കിൽ കട കൂട്ടലിൽ വരുന്നില്ല. നമ്മൾ ഈ മരത്തിനെ കയറുന്ന ആൾക്കാരാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വില കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ നാളായിട്ട് ഞാനത് മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. അപ്പം പിന്നെ അയാൾക്കാരിക്കട്ടൊരു പണിയെന്ന് പറഞ്ഞ് ചെയ്തു. അങ്ങനെയുള്ള പോലീസിന്റെ അന്വേഷണ മികവിനെ അഭിനന്ദിക്കാതിരിക്കാൻ നമ്മുടെ കുരുമുളക് കള്ളന് ആകില്ല. പുള്ളിക്കാരനെ കണ്ട മനസ്സിലാവും. പുള്ളിക്കാരൻ ഞാനത് മുഖമൊക്കെ പറഞ്ഞാൽ ചെയ്തത്. പുള്ളിയുടെ ബുദ്ധിപരമായ നീക്കത്തിൽ കൂടെയാണ് ഞങ്ങളെ കീഴ്പ്പെടുത്തി പിടിച്ചേക്കുന്നത്. ആണോ? ചെയ്യുന്ന ജോലിക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊട്ടപ്പാക്കം എടുക്കുമോ? കൊട്ടപ്പാക്കം എടുക്കുന്നത് കുരുമുളകാണ്. എൻ്റെ നമ്പർ പെട്ടെന്ന് ഞാൻ അന്ന് ഇറങ്ങുമ്പോൾ കണ്ടോ, ഞാൻ കാണുമെല്ലാം പറഞ്ഞു തരാം. തെന്മല പോലീസ് ഈ അഭിനന്ദനങ്ങളൊക്കെ വാങ്ങി ഒരു സൈഡിൽ വെച്ചു. എന്നിട്ട് വീണ്ടും പ്രതിയെ ചോദ്യം ചെയ്തു. അപ്പോൾ കൊല്ലൂർ നടത്തിയ മറ്റൊരു മോഷണ കേസ് കൂടി തെളിഞ്ഞു. എടുക്കുന്ന ഞങ്ങൾ അവനോട് ഒരു കടലാണെന്ന് ചോദിച്ചു. അടച്ചേക്ക് പറഞ്ഞു. കടയെല്ലാം ഞായറാഴ്ച അടവാടേന്ന്. അങ്ങനെ ഈ വണ്ടിക്കാരോട് ചോദിച്ചു, അമ്മ എവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകണേ, സാധനം കൊണ്ടുപോകാൻ നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ മികവിനെ കുറിച്ച് ചോദിച്ചാൽ മുകേഷ് ഇങ്ങനെ പറയും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അമീർ സാറിന്റെ അടുത്ത് അറിയാവുന്നവരടുത്ത് പിന്നെ വടി കൊടുത്താൽ എറിയാൻ പറഞ്ഞാൽ എറിഞ്ഞു കൊള്ളിക്കുമല്ലോ. അതെ അതെ അതെ, നല്ല റെക്കോർഡിംഗ് ആണല്ലോ. പിന്നെ അതെ അതാ വേണ്ടത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഇതെല്ലാം റെക്കോർഡിംഗ് ആണ്. പോലീസുകാർ മാത്രമല്ല നാട്ടുകാർ മൊത്തം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ നായരാണ് നമ്മുടെ കൂടെ ഉള്ളത്. കാരണം ഇതൊക്കെ കേട്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കാൻ പറ്റുമല്ലേ? ഞാൻ കള്ളനാണ്, മോഷ്ടിച്ചു, എന്നെ പോലീസ് പിടിച്ചു. ആരാധനാലയത്തിൽ പോയി നേർച്ചയിട്ടു, ഒരു രക്ഷയില്ല, പിടിച്ചു. മുഖം മറിച്ചു പോയി മോഷ്ടിച്ചു, രക്ഷയില്ല, പിടിച്ചു. ഇത്രയും വലിയ പണിപ്പെട്ട് ഞങ്ങളെ പിടിച്ച പോലീസിനെ പിന്നെ ഞാൻ എന്തുകൊണ്ട് അഭിനന്ദിക്കാതിരിക്കണം? പക്ഷെ ഇത്രയൊക്കെ പതപ്പിച്ചിട്ടും പോലീസിന്റെ അടുത്ത് വേറെ ഒന്നും നടന്നില്ലല്ലേ? മുകേഷിന്റെ ഈ പ്രതികരണം കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. കാര്യം ഒരു മോഷ്ടാവ് അയാളെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുകയാണ്. എറിയാനറിയാവുന്നതിൽ വടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഗംഭീരമായി പ്രയോഗിക്കാൻ സാധിക്കുന്നൊക്കെയുള്ള കമൻറ്റാണ് അതിനകത്ത് ആ മോഷ്ടാവായിട്ടുള്ള മുകേഷ് പറയുന്നത്. കാര്യം അയാൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് ആ കടയിൽ നിന്ന് ഉറുകുന്നതിൻ്റെ ഒരു മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 250 കിലോയുടെ ഈ കുരുമുളക് മോഷ്ടിച്ചു. കുരുമുളക് മോഷ്ടിച്ച ശേഷം അത് പല ചാക്കുകളിലാക്കി പല കുറ്റിക്കടകളിലൊക്കെ കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും വിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. ആ വിൽപ്പനയൊക്കെ പൂർണ്ണമായും നടന്നു. എന്തായാലും താൻ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അതിനൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അയാളുടെ ഇഷ്ട ആരാധനാലയത്തിൽ പോയി അവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചയൊക്കെ തന്നു. ഇനി ഒരു കാരണവശാലും തന്നെ പിടിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു തെന്മല പോലീസ് വണ്ടിക്കകത്തോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ ജീപ്പിനകത്ത് കയറി അവിടെ ഉറുകുന്നിൽ മോഷണം നടത്തിയത് മുകേഷ് ആണോ എന്ന് ചോദിക്കുന്നു. ഒരു ഇതില്ലാതെ പറയുന്നു, സാറേ ഞാനാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടെയൊക്കെ തന്നെ തെളിവെടുക്കുകയൊക്കെ തന്നെ ചെയ്യുന്നു. ആ സമയത്താണ് പ്രാദേശികമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അന്നേരം വളരെ നിഷ്കളങ്കമായിട്ടാണ് ആ വ്യക്തി പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെയുള്ള അമീൻ ബഷീർ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു മികവ് തന്നെയാണ്. അദ്ദേഹത്തെ അഭിനന്ദിച്ചാലും മതിയാവില്ല. താൻ മോഷ്ടിക്കാറുണ്ട്, പല സ്ഥലങ്ങളിലും മോഷ്ടിക്കാറുണ്ട്. ചെറിയ സാധനം കണ്ടാൽ പോലും താൻ മോഷ്ടിക്കും. മോഷണം ആണ് തൻ്റെ തൊഴിലെന്ന് അയാൾ തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല ഈ കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ മലഞ്ചരക്ക് വ്യാപാരിക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ മോഷ്ടിച്ചതെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ ഈ മുകേഷിൻ്റെ ഒരു സംസാര രീതിയും അയാളുടെ ഒരു നിഷ്കളങ്കമായ രീതിയിലുള്ള ഒരു സംസാരം കാണുമ്പോഴാണ് കൗതുകം തോന്നുന്നത്. എടുത്തു പറയേണ്ടത് ഈ അന്വേഷണത്തിൻ്റെ ഒരു മികവിനെ തന്നെയാണ്. കേരള പോലീസിലെ തെന്മലയിലെ SI ആയിട്ടുള്ള വ്യക്തിയുടെ അന്വേഷണ മികവിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇത്
സാധാരണ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ ഒരു കോട്ടും ഒരു തൊപ്പിയൊക്കെ ധരിച്ച ഒരു ആളാണ് കാണാൻ സാധിച്ചത്. ആരാണെന്ന് പോലും മനസ്സിലാവുകയായിരുന്നില്ല. പിന്നീട് ഒരു വൈഡ് ദൃശ്യങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഒരു സ്കൂട്ടർ കടന്നു പോകുന്ന ഒരു ബൈക്ക് കടന്നു പോകുന്നതാണ്. പിന്നീട് ആ ബൈക്ക് ഈ പ്രദേശത്തിന്റെ വലിയ ദൂരം കടന്നു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് മുകേഷ് ആയിരിക്കാം. മുകേഷ് നേരത്തെ ജയിലിൽ കടന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ അന്വേഷണം ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി ഒരു മോഷണം നടത്തിയിട്ടും അയാളെ പിടിച്ചല്ലോ. അപ്പോൾ അതിന് അയാൾ തന്നെ ഒരു അഭിനന്ദനം കൊടുത്താൽ എന്താണ് തെറ്റ്? ശരിക്കും പറഞ്ഞാൽ സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിരി വരും. എന്നാലും ഒരു കള്ളനാണ്, മോഷ്ടിച്ചു, പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പതപ്പിക്കലെല്ലാം അങ്ങോട്ട് പോലീസ് അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങി ബാക്കി പതപ്പിക്കലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴാണ് കൂടുതൽ കഥകൾ പോലീസ് പിന്നെ അറിയുന്നത്. എന്തായാലും മുകേഷെ കൊള്ളാം. ശരി കണ്ണ.